തേങ്ങ ഇടാൻ പോയി, തേങ്ങ കിട്ടിയില്ല, ചെലവ് 3000. കണക്കൊന്നാണ് ശരിയാണ് ചെല്ലോ. കുഞ്ഞാപ്പോ എത്തപ്പച്ചയാ ശുക്രാക്ക ഖുറാൻ ക്ലാസ്സിന് പോയതുകൊണ്ട് ഞാൻ ഇനി എന്തായാലും സ്വർഗത്തിൽ തന്നെ. അങ്ങനെയാണെങ്കിൽ ഞാൻ നരകത്ത് നിന്നോളാം. പിന്നെ ഖുറാൻ ക്ലാസ് പോയിട്ട് അറിയില്ല, എന്റെ മൂത്തൽ ഈമാന്റെ വിളിച്ചല്ലേ. എന്തൊരു വെളിച്ചം. അമ്മേ ഇന്ന് കണക്ക് വെക്കണ ദിവസേനോ ഇവിടെ വന്നാ അതാ വരുന്നോ? പച്ചയാ കണക്ക് വെക്കുക. ഒരു 4 4 24. എന്റെ കണ്ണ് കുത്തണേ. ഒന്ന് പൊയ്ക്കാളി തന്ത അവിടുന്ന്. നിങ്ങളൊരു ഈമാനെ വെളിച്ചം നിങ്ങളുടെ പെരീക്ക് കണ്ട് വരി. ശുക്രാക്ക ഉസ്താദ് പറഞ്ഞിട്ട് ഭാര്യമാരെ മൂത്ത് നോക്കിയാലേ ഭർത്താക്കം. ഇത് ഹൈലൈറ്റ് മാളാണ്. ഗെയിം കണ്ടമാനുണ്ട്. അപ്പൊ അത് ഞാൻ പറയുന്ന നേരത്തെ ഇറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം പോകാൻ മതി. ആ കാര്യം ഞാൻ ഏറ്റപ്പച്ചയാ. അന്റെ കാര്യത്തിലാണ് പച്ചക്ക് പേടി. എന്നാലും ഇങ്ങനെ എന്ത് ഇരുത്തം നീച്ചോണ്ടേ കണക്ക് മുഴുവൻ തെറ്റിച്ചിക്കാണ്ട് അങ്ങനെ വരട്ടെ. നിക്കവിടെ ഈതന്മാർക്ക് കൂലിട്ട് അവനാന്റെ ഭാര്യ ആവില്ല, വേറെ ആരും ഭാര്യ കയറ്റാം. ആരാനല്ല അവനാന്റെ. ഈ 3 മക്കളെ 12 കൊല്ലം നോക്കിയിട്ടുണ്ട്. ഇനി ഇതിപ്പോ നോക്കിക്കണ സൈക്കിളിൽ കൂലിട്ടുണ്ട്. ഇന്റെ പകരം സലീലാണ്. കണക്കവിടെ ആ തെങ്ങിന് മണ്ടല്ലേ പച്ചേ? നേരോ ആ 10 ഏക്കർ സ്ഥലത്ത് തെങ്ങില്ലേ, അതിനൊന്നിനും മണ്ടല്ലേ? അല്ല ഈ ഒരു ഒറ്റ ഒന്നിനെ മണ്ടല്ലാത്ത പച്ചേ. നിങ്ങൾ തൊള്ളി വന്ന് നോക്കിക്കൊല്ല. ഓടിഞ്ഞ നൽകിയിരുന്നാണ് പ്രേമിച്ചിന്റെ വയസ്സന്മാരെ. ഞങ്ങൾ പ്രേമിക്കപ്പോൾ ഡാൻസ് കളിച്ച് ഇവിടെ തമ്പടിച്ച് കെടുക്കടാ. ഇതാണ് ചോദിക്കാനേ. പോടാ ഒരു ബാല്യ. ഓനതാ എടുത്താ പോകാതെ ചുറ്റി കയറ്റി അടക്കണോ? അടച്ച തമ്പുരാനെ, അങ്ങനെയാണെങ്കിൽ ഓൻ ആ വിറക് കയറി കൂടെ എന്താ എന്റെ മണ്ടപ്പ പൊട്ടി തെറിച്ചു. ഇജിഞ്ഞേ മൂത്തത്തെ കല്ലുണ്ടായിരുന്നോ? അത്ര പോന്നേ തന്നെ എന്നാ പറയണ്ടേ? ചേർത്തക്കാരൻ വന്നിക്കണത്. ഓ തന്ത ഇവിടുന്ന് തന്തെ കൊല്ലാൻ അറിഞ്ഞിട്ടല്ല, ഇറങ്ങി പൊയ്ക്കോളി ഇവിടുന്ന്. ഇവിടെ പൊട്ടിയതുകൊണ്ട് നമ്മളെ ഓഫീസിലെ കണക്കും തോട്ടത്തെ കണക്കൊക്കെ നോക്കാൻ വേണ്ടിട്ട് ഒരു അക്കൗണ്ടന്റിന്റെ വെക്കാറുമ്പോ എന്നോട് എന്താ പറഞ്ഞത്? കാല് കുത്തരുത് നിങ്ങള്. പോയിവിടുന്ന് മേലേക്ക് കണ്ട് കാല് കുത്തരുത്. വാരി മക്കൾ ഞാൻ ഇറങ്ങി പൊയ്ക്കോളി നിങ്ങള്. പണ്ടാറെടുക്കാൻ എന്താണ് കാട്ടുമാസം പടച്ച തമ്പുരാനെ കൊന്നെ നോക്കി പറ്റിയ 445. എന്നാ പിടിച്ച 500. അതിന് ആമിനാന്നുള്ള പേരിൽ ആരേലും വക്കാന്നോ ഞാൻ പറഞ്ഞത് പച്ചയാ. ആമിനും കുഞ്ഞാമിനും ഒന്നും വെക്കണ്ട. അന്നെ ഞാൻ പഠിപ്പിച്ചു. ആളെ കാട്ടുന്നതേ ആരടി ഇന്നെ പഠിപ്പിച്ചാണ്. മുണ്ടല്ലേ ഇവിടുന്ന് ഈ സാധു മനുഷ്യനെ മൂന്നുണ്ട് പാവലടാ. കുറെ ചങ്ങല കഴിച്ചല്ലേ, അനക്ക് നല്ലീനല്ല കേട്ടോ, അത് ഊരല്ലേ. തല വേർത്തിരിക്കേ വണ്ടി കയറി വേടിക്കേ. എന്തേ ചമ്മാടുള്ള അതിലേക്ക് വളക്കൂടെ വേബൂടെ. ആഹാ ഇഷ്ടം. അന്നെ ഞാൻ അക്കൗണ്ടിങ് പഠിപ്പിച്ചു. ഞാൻ അതെവിടെ പഠിപ്പിച്ചാൽ നല്ലതെന്നുള്ളതേ ആ പുണ്ണിനോട് ചോദിച്ചാണ്. ഞാൻ അപ്പണ് വരാം. ഞാൻ വരുമ്പോത്തിന് ഈ കണക്ക് റെഡി ആയിക്കാണ് പൈസ ഫുള്ള് മേസം. മോനെപ്പോഴും നോക്കടാ. ആ ചങ്ങല അയച്ചൂലേ നീ വേറെ എന്താ ചങ്ങൾ രണ്ടവിടെ അനുഭവിച്ചോളിട്ടാ. അന്നെ നോക്കി നേരം കൊണ്ട് അയാൾ ആട് നോക്കിക്കണ ആട്ടെ വേറെ വണ്ടിയായിട്ട് ബാക്ക് കൂടെ വരുമോ? പുറത്ത് വേണം കേട്ടോ. പച്ചി പൊക്കി നമ്മളാ ചേരിപ്പുളി വിറ്റ പൈസ എവിടെ വെച്ചേ? ഇന്നത്തെ നോട്ടം കഴിഞ്ഞു, എല്ലാരും പോയിക്കോളാ. ഇങ്ങോട്ടേയും കിട്ടിയിരുന്നേ. അന്റെ കയ്യിൽ കുറച്ച് പൈസ ആയപ്പോ ഉമ്മാനും മാപ്പനും മാണ്ടില്ലടാ ദജ്ജാലോ. അടുത്തന്നെ 3 പൊടിച്ചിലേക്കാരാ. പാത്തോ ഈ ചങ്ങല വർത്താൻ കൊണ്ട് കാര്യമില്ല. അന്റെ ബാപ്പാനെ എങ്ങനെ നോക്കണില്ല. ഇതെങ്ങനെ പുള്ളി കയറിയ ഓളില്ല അവിടെ. കയറി പോരെ ഉള്ളിക്ക്. ഓളവിടെ ഇല്ല. എന്താ പറയാ? ഇതാണ് നമ്മളെ പേര. ഇത് എത്ര ചെറിയ പേരെ, എനിക്ക് വലിയ പേര വേണം. ഞാൻ വലിയ പേരിനെ വാർക്കുള്ളൂ. ഞാൻ കേറി കുടിക്കാതെ നിർത്താൻ അല്ലാത്തൊരു കഥ. നോട്ടം നിർത്തല്ലേ, എന്റെ ചെറുക്കന്റെ കാര്യം കൂടെ ഒന്ന് നോക്കാണ്ട്. അതിനെ തന്തായ താനുള്ള താൻ നോക്കണോ അതിനെ? അതല്ല പുണ്യേ, ഇവിടെ എന്റെ നോക്കാൻ നേരല്ല. പാത്തോ കഞ്ഞിരുത്താ. കഞ്ഞിയോ? എനിക്ക് കോഴി ബിരിയാണി മതി. ഞാൻ കോഴി ബിരിയാണി ഉച്ചക്ക് കഴിച്ചത്. നിങ്ങൾക്ക് കോഴി ബിരിയാണി അല്ല പോത്തി ബിരിയാണി വാങ്ങിത്തരും. കാട്ട് ബിരിയാണി കുഞ്ഞാപ്പോടെ എനിക്കറിയില്ല. അപ്പൊ എന്നോട് ഞാൻ നോക്കാൻ പറഞ്ഞല്ലേ കുഞ്ഞാപ്പോ. അല്ല പുണ്യേ, ഓനെ അക്കൗണ്ടിങ് പഠിച്ചണല്ലോ. അക്കൗണ്ടിങ് ഇതിന്റെ അവസാനത്തെ നോട്ടാട്ടോ. കോയഞ്ഞ് ഇങ്ങോട്ട് വരരുത്. ഇനി വരില്ല, അവസാനം മതി. അക്കൗണ്ടിങ് ബിരിയാണി നിനക്ക് ആടെ പോത്ത എന്തെങ്കിലും തരങ്ങ അങ്ങോട്ട് വരി. അല്ല ഈ പേര് യേശില്ല ഞാൻ ഉറങ്ങൂല. ഇവിടെ ഒരു ഫാനൊന്നുമില്ല. മാ നിങ്ങൾക്കൊരു അത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി പഠിക്കാൻ എല്ലായിടത്തും ഉണ്ട്. എനിക്ക് അങ്ങനെ എല്ലായിടത്തും ഉള്ളത് വേണ്ട. അങ്ങനെയാണെങ്കിൽ തന്റെ കുഞ്ഞപ്പൂനെ നമുക്ക് ഫിനാൻഷ്യൽ ഫോണ് കെട്ടി തൂക്കി തരാം.
നിങ്ങളൊപ്പം ജീവിച്ചാൽ എനിക്ക് പിരാന്തമാൻ തിരിച്ചറിയില്ല. ആർക്കാണ് പിരാന്ത്? അല്ല ബാബാക്കാണ് പിരാന്ത്. അന്നെ ഞാൻ വെട്ടിക്കൊല്ലുന്നു. അന്നെ ഞാൻ വെട്ടിക്കൊല്ലും. എക്സ്പെർട്ട് ആയിട്ട് പഠിപ്പിക്കാൻ വേണ്ടി നോക്കാം. അങ്ങനെ കടിച്ചാ പൊട്ടാത്ത നമുക്ക് വേണ്ടേ? ആ വെറ്റിനടക്ക് മതിയോ? എന്ത്? അല്ല ഇതിനെ കുറിച്ചാ പറഞ്ഞത്? അതെ. കോയെ കോട്ടക്കൽ സ്മാർട്ട് സിറ്റിയിൽ എവിടെ അരിയാ കത്തി? അങ്ങനെ ഞാൻ പറയുന്നത് അവസ്ഥയല്ലോ. ഫിൻമെന്റർ അക്കാദമിയിൽ കൊണ്ടുപോയി അങ്ങോട്ട് ആക്കുക. അതാവുമ്പോഴേ GST ടാലി സാപ്പ് ഇതൊക്കെ അവിടെ പ്രാക്ടിക്കൽ ആയിട്ട് പഠിക്കാൻ കോയെ. എനിക്ക് ബിരിയാണി വേണം, കോഴി ബിരിയാണി വേണം. ഞാൻ വെട്ടിക്കൊല്ലും. ആയിക്കോട്ടെ. അല്ല കോയെ കൈനീട്ടം കഴിഞ്ഞിട്ട് ഞാൻ പണി ചോദിക്കും. ആ രമണിനോട് രമണിനോട് പറയണ്ട. പറയണ്ടേ? അത് ഞാൻ പറഞ്ഞോളാം. താൻ പോവാ. ആയിക്കോട്ടെ. കണ്ടോ കണ്ടോ കണ്ടോ. കാക്ക, നിക്ക് കാക്ക, നിക്ക് നിക്ക്. എന്താണ്? പോകല്ലേ? നിങ്ങൾ നിങ്ങളെ വാപ്പാനെ കൊണ്ടുപോയി ഞങ്ങൾ കുടുങ്ങിയിരിക്കും. നിങ്ങൾ വേഗം പെരീക്ക് വരി. എന്താ ഈ രണ്ടോടെ വലിയ നന്മമരെക്കാണ് പണി ഞാൻ കഴിച്ചോലോ. കൊണ്ടുപോയതല്ല അവിടെ സഹിച്ചാളി. എടി എനിക്കിന്റെ പാടെ സ്നേഹം കേട്ടോന്നല്ല, അതിന് മൂച്ചിപ്പിരാന്താടി മൂച്ചിപ്പിരാന്ത്. ജിയോ പാലം കിടന്നപ്പോ പൂരായണ. ഫിൻമെന്റർ അക്കൗണ്ടിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ +2 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസിന് വേണ്ടി വണ്ടിക്ക് പത്തുവോ? റബ്ബേ,